നമസ്കാരമില്ലാത്തവൻ അല്ലാഹു വലിയ വലിയ പറുദീസകൾ ഭൂമി ലോകത്ത് കൊടുക്കാ. നോമ്പ് പിടിക്കാത്തവന് വലിയ സൗകര്യങ്ങൾ അല്ലാഹു കൊടുക്കാ. അതുപോലെ തന്നെ നമസ്കാരമില്ലാത്തവന് വലിയ വലിയ സാമ്രാജ്യങ്ങൾ അല്ലാഹു കൊടുക്കാ. ഇബാദത്ത് തീരെ ചെയ്യാത്തവന് ഭൗതികമായ ആഡംബരങ്ങൾ അല്ലാഹു കൊടുക്കാ. ആസ്വാദനങ്ങളിൽ മുഴുകിയിട്ട് ആ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനിലേക്ക് നോക്കുമ്പോൾ നിസ്കാരമുള്ള എനിക്ക് അല്ലാഹു ഒന്നും തന്നില്ല, നിസ്കാരമില്ലാത്ത അവൻ അല്ലാഹു എന്തെല്ലാം സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. കണ്ണ് മഞ്ഞളിച്ചു പോണ്ട. ഒരിക്കലും ഭൗതികമായ താല്പര്യങ്ങളും ഭൗതികമായ സംവിധാനങ്ങളും കാണുമ്പോ എന്തുകൊണ്ടാണ് പടച്ചവൻ എനിക്ക് തരാത്തത്, അവൻ എന്തുകൊണ്ടാണ് പടച്ചവന് കൊടുത്തത് എന്ന ചിന്ത വരാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ, സൂറത്ത് യൂനുസ് എടുത്തെന്ന് പരിശോധിച്ചു നോക്കുക. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെയും തന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ഫിർഔനിന്റെ അടുക്കലേക്ക് അല്ലാഹു അയക്കുന്ന കാര്യം പറയുന്നുണ്ട്. ആ വിഷയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുകൊണ്ട് അവരെ അല്ലാഹു തആല നിയോഗിച്ചുകൊണ്ട് അവരെ കൊട്ടാരത്തിലേക്ക് ദഅവത്തുമായി പരിശുദ്ധമായ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി സഞ്ചരിച്ചു പോകാൻ ഒരുങ്ങുമ്പോ അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരും ചെയ്ത ദുആകൾ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാ. അധർമ്മത്തിനെതിരെ ധർമ്മത്തിന് വേണ്ടി, അസത്യത്തിനെതിരെ സത്യത്തിന് വേണ്ടി, അനീതിക്കെതിരെ നീതിക്കു വേണ്ടിയിട്ട്, ഇരുളിനെതിരെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ ഇതാ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. ഫസ്തഖീമാ വലാ തത്തബിആനി സബീലല്ലദീന ലാ യഅലമൂൻ. വിവരം കെട്ട ഒരു സമൂഹത്തിന്റെ പാതയിൽ നിങ്ങൾ പിൻപറ്റല്ലേ പ്രിയപ്പെട്ട മൂസ നബിയെ. ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിക്കുമ്പോൾ ഭൗതികമായ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന സംവിധാനങ്ങളിലേക്ക് നിയോഗിക്കുമ്പോഴാ ആ ദഅവത്തിന്റെ പാതി വഴിയിൽ നിങ്ങൾ കാണുന്നത് മനോഹരമായ കാഴ്ചകളാകാ. ഭൗതികമായ എല്ലാ സംവിധാനങ്ങളും ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ഉണ്ടാകുമ്പോ അല്ലയോ മൂസ നബിയെ, ഹാറൂൻ നബിയെ, അങ്ങയുടെ ദൗത്യത്തിന്റെ നിയോഗം, അങ്ങയുടെ അല്ലാഹു നിങ്ങളെ അയച്ചതിന്റെ നിയോഗം അങ്ങ് മറന്നു പോകരുത്. ആ ലക്ഷ്യം നിങ്ങൾ മറന്നു പോകരുത്. വലാ തത്തബിആനി സബീലല്ലദീന ലാ യഅലമൂൻ. വിവരം കെട്ടുപോയ ഒരു സമൂഹത്തിന്റെ പാത നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഫസ്തഖീമാ, അടിയുറച്ച് നിൽക്കണേ. നിങ്ങൾ അടിയുറച്ച് നിൽക്കണേ. നിങ്ങളുടെ ദഅവത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ വ്യാപനത്തിന് വേണ്ടി, ഖിദ്മത്തിന് വേണ്ടിയിട്ട്, ദഅവത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ നേരെ ഇറങ്ങി പോകുന്ന ഒരു പ്രബോധകൻ, ഒരു പ്രചാരകൻ, ഒരു പ്രഭാഷകന് കാണാൻ കഴിയുന്നത് അത്ഭുതങ്ങളാ. ലോകത്ത് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന സംവിധാനങ്ങളാ. ആ സമയത്ത് തന്റെ എല്ലാ പണിയും അവസാനിപ്പിച്ചുകൊണ്ട് ഭൗതികതയിലേക്ക് തിരിഞ്ഞു പോകാതെ ഇസ്തിഖാമത്തോടെ അടിയുറച്ച് നിൽക്കണമെന്ന് കൽപ്പിച്ചത് ഒരു പ്രവാചകനോടാണ്. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുജനായ ഹാറൂൻ നബി എന്ന മറ്റൊരു പ്രവാചകനോടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതിക ലോകത്ത് എല്ലാ ആർഭാടങ്ങളും നമ്മുടെ കണ്ണിൽ പെടുമ്പോ, എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ, 5 നേര പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് നിസ്കാരത്തിന് പോകുന്ന ചെറുപ്പക്കാരാ, ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടിപ്പോകുന്ന പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾക്ക് അല്ലാഹു രോഗമായിരിക്കാൻ തരുന്നത്, അല്ലാഹു നിങ്ങൾക്ക് ഏത് സമയത്തും അസുഖം തന്നു എന്നിരിക്കട്ടെ. നേരെ മറിച്ച് ആ നാട്ടിലെ പള്ളിയിൽ പോകാത്ത ഒരാളുണ്ടാകുമല്ലോ, അവൻ അല്ലാഹു തആല ഒരു രോഗവും കൊടുത്തെന്ന് വരില്ല. ഒരു രോഗവും അല്ലാഹു അവന് കൊടുത്തെന്ന് വരില്ല. നിങ്ങൾക്ക് നടന്നു പോകാനല്ലാതെ ഒരു സൈക്കിൾ പോലും വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിസ്കാരമില്ലാത്തവന് യാത്ര ചെയ്യുന്നത് BMW-ലാണ്, ബെൻസ് കാറിലാണ്, അവന് യാത്ര ചെയ്യുന്നത് ഹെലികോപ്റ്ററിലാണ്. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്യുമ്പോൾ നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ, നീ എന്നെ വീണ്ടും പരാജയപ്പെടുത്തുകയാണല്ലോ. ഈ ഒരു ചിന്തയിൽ കണ്ണ് മഞ്ഞളിച്ചുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ദുനിയാവിന്റെ തൊലിപ്പുറത്തുള്ള മനോഹരമായ മനോഹാരിതകൾ കണ്ടുകൊണ്ട് നിന്റെ മനസ്സ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് ഫസ്തഖീമാ മൂസ നബി അലൈഹിസ്സലാമിനോട് ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞത് ആ രണ്ട് പ്രവാചകന്മാരോട് മാത്രമല്ല, ലോകത്ത് അവസാന സമയം വരെ വരുന്ന മുഴുവൻ ദാഇമാരോടും അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രബോധനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ വർണ്ണശബളമായ കാഴ്ചകളെ നിങ്ങൾ കാണുമ്പോ അതിലേക്ക് മോഹം വന്നുകൊണ്ട് പരിശുദ്ധ ദീനിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകാൻ പാടില്ല. ദഅവത്തിന്റെ മാർഗത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല. ഫസ്തഖീമാ വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ. വിവരം കെട്ടുപോയ ഒരു സമൂഹത്തിന്റെ പാത നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ഇസ്തിഖാമത്ത്. അടിയുറച്ചു നിൽക്കണം, പരിശുദ്ധമായ ദീനിൽ അടിയുറച്ചു നിൽക്കണം. നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ നാട്ടിലെ രോഗികളാരാ? മലബാറും മാവേലിയിലൊക്കെ ഒന്ന് കയറി നോക്കണം. കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും വരുന്ന മലബാർ മാവേലി എക്സ്പ്രസ്, അതിൽ നിങ്ങളൊന്ന് കയറി നോക്കണം. RCCയിൽ പോയിട്ട് നിങ്ങളൊരു ചെറിയ രീതിയിലൊരു സെൻസസ് എടുക്കണം. ശ്രീചിത്രയിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു ചെറിയ അന്വേഷണം നടത്തണം. ഇതിലൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും രോഗമുള്ളതും ഒക്കെ മുസ്ലിങ്ങൾക്കാണ്. എന്താ കാരണം? കാരണം എന്താണ്? പരീക്ഷണങ്ങൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കും. നമ്മൾ നേരെ നോക്കുമ്പോ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, ഒരു രോഗവും ഇല്ലാത്തവർ, ഓരോ ദിവസം കഴിയും തോറും നാൾക്കുനാൾ വലിയ വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്നവർ, ഇവരൊക്കെയും അള്ളാഹുവിന് സുജൂദ് ചെയ്യാത്തവരാണ്. ഇസ്രയേലിന്റെ കാര്യം തന്നെ നമുക്കറിയാലോ. ഏറ്റവും കൂടുതൽ കൊന്നെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 7600 കടന്നു. ഇന്നലെ രാത്രിയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശാക്ക് ബാങ്ക് കേൾക്കുന്നത് വരെ തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമാകുന്ന തൊളിക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രസംഗമായിരുന്നു ഈ വിനീത് നടത്തിയത്. ആ സമയത്ത് ഞാൻ അവിടെ കണക്ക് പറഞ്ഞു. ഇന്നലത്തെ കണക്ക് 7000 പേര് 7-ാം തീയതിക്ക് ശേഷം 27-ാം തീയതിക്കുള്ളിലായി കൊല്ലപ്പെട്ടു ഫലസ്തീനില്. അതിൽ 3000 കുഞ്ഞുങ്ങളാണ്. ഇന്ന് ഞാൻ ഈ പ്രസംഗത്തിന് കയറുമ്പോഴുള്ള കണക്ക് അപൂർണമാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ 8000 എത്തിയിരിക്കുന്നു. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ എത്ര കൂടിയിട്ടുള്ളത്? 1000കണക്കിന് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ഫലസ്തീൻ മക്കളുടെ ഇസ്തിഖാമത്ത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. ബേബി എന്തോ പറയട്ടെ, തരൂർ എന്തോ പറഞ്ഞോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. MA ബേബി LDFന്റെ പ്രതിനിധി, UDFന്റെ പ്രതിനിധി ആരാ? ശശി തരൂര്. അപ്പൊ പിന്നെ സന്തുലിതമായല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണ്ടല്ലോ. ഞാൻ രാഷ്ട്രീയം പറഞ്ഞില്ലല്ലോ, രണ്ട് ഭാഗത്തുനിന്നും അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ബറക്കത്തായിട്ടുണ്ടല്ലോ. അപ്പോ അവരെന്തോ പറഞ്ഞോട്ടെ, ഇസ്തിഖാമത്ത് കാണണമെങ്കിൽ ഫലസ്തീൻ മക്കളെ കണ്ടാൽ മതി. നമുക്ക് പിന്നെ മാപ്പ് ചോദിക്കാനൊന്നും അറിയില്ല. പറഞ്ഞത് തെറ്റിപ്പോയി മാപ്പാക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. ആലോചിച്ച് ചിന്തിച്ച് ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുകളിലൂടെ ബോംബ് വർഷിപ്പിക്കപ്പെടുന്നു, മിസൈൽ വരുന്നു, ബോംബ് തകർത്ത് കെട്ടിടങ്ങൾ തകർത്തെറിഞ്ഞ് ആ കെട്ടിടങ്ങളുടെ അടിയിൽ അകപ്പെട്ടു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ. ബോംബ് വർഷിക്കപ്പെടുന്നു ആശുപത്രികളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ, സ്കൂളുകളിൽ, പള്ളികളിൽ ഒക്കെ ബോംബ് വർഷിക്കപ്പെടുന്നു. ഫലസ്തീൻ മക്കളായ കുരുന്നുകൾ അപ്പൊ ചെയ്യുന്ന എന്താണെന്നറിയോ? എന്താ ചെയ്യുന്നത്? പാർക്കുകളിൽ അവർ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മുകളിലൂടെ മിസൈൽ വർഷിക്കപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അവര് വിധേയപ്പെടുന്നുണ്ടോ? അവർക്ക് മതത്തിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് ഈ കൊല ചെയ്യപ്പെടുന്നത് എന്ന് ബോധ്യമുണ്ടായിരിക്കവേ അവർ ഏതെങ്കിലും ഒരു സമയത്ത് ഞാനിതാ ഇസ്ലാമിൽ നിന്ന് തൽക്കാലം അങ്ങോട്ട് മാറുന്നു, ഞാനും ഇസ്രായേലിനോടൊപ്പം അങ്ങോട്ട് ചേരുന്നു, എന്നിട്ട് ഞാൻ മുസ്ലിങ്ങളെ തള്ളി പറയുന്നു, ആ ഒരു അവസ്ഥ അവർക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് അതിനാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മുടെ ഇടയിൽ പാരവെപ്പും ഒറ്റുകൊടുപ്പും ഇല്ലേ? നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി ഏതാണ്? ഇസ്തിഖാമത്തില്ല.
പിന്നെങ്ങനെ നമുക്ക് വിധിക്കപ്പെട്ട എന്താണെന്നറിയോ? ആണ്ട് വരുമ്പോ ആട് ബിരിയാണി വാങ്ങുക, ബറക്കത്തായിട്ട് പോവുക, ഭാര്യ മക്കളോടൊപ്പം ഇരുന്ന് കഴിക്കുക, സന്തോഷത്തോടെ പറയുക ഇപ്രാവശ്യത്തെ ജീലാനി ദിനം കെങ്കേമമായിരുന്നു എന്ന് പറയുക. ഇതാ നമ്മക്കൊണ്ട് കഴിയുക. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വിമർശിക്കുകയാണ്. ആരെ? ഞാൻ അടക്കമുള്ള ഇന്നിന്റെ സമുദായത്തെ വിമർശിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് അവരെ പോലെ ആയിക്കൂടാ? റസൂലുള്ളാഹിനെ പോലെ ആകണമെന്നല്ല. എന്തുകൊണ്ട് ഔലിയാക്കളുടെ പട്ടികയിൽ നമുക്ക് സ്ഥാനം കിട്ടിക്കൂടാ? പ്രവാചകനോ സഹാബിയോ താബിയോ തബഅ താബിയോ ആകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് വലിയാകാൻ നമുക്ക് പറ്റുന്നില്ല? വലിയാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ അത് ഇസ്തിഖാമത്ത് തന്നെയാണ്. ആ ഇസ്തിഖാമത്ത് നമുക്ക് ഉണ്ടാകണം. മുറുകെ പിടിക്കണം. നമ്മൾ പലതും കാണുമ്പോഴും നമ്മളൊക്കെ അതിൽ മഞ്ഞളിച്ച് അതിൽ നമ്മൾ ആകൃഷ്ടരായി അതിലേക്ക് നമ്മൾ അങ്ങ് ലയിച്ചു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എക്കാലവും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്, ഇസ്തിഖാമത്തിന്റെ കുറവ്. അല്ലാഹു പറഞ്ഞു ഫസ്തഖീമ, നിങ്ങൾ രണ്ടുപേരും ഇസ്തിഖാമത്തോടെ നിൽക്കണം. നിങ്ങൾ ചെല്ലുമ്പോൾ പലതും കാണും. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറയാ, കൊട്ടാരത്തിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ദർദായിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചനയുമായിട്ട് വരുന്ന ആളിനെ നിങ്ങൾക്കറിയോ? മുആവിയയുടെ മകൻ യസീദിന് വേണ്ടിയിട്ട് മുആവിയ ആലോചിക്കുകയാണ്, എന്റെ മകൻ യസീദിന് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? രാജകുടുംബത്തിൽ നിന്നൊരു കല്യാണാലോചന വരിക. അബൂ ദർദാ തങ്ങൾ പറഞ്ഞു, എനിക്ക് തീരെ താല്പര്യമില്ല. എന്തുകൊണ്ട് താല്പര്യമില്ല? നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കണ്ട, അവിടെ തോഴിമാരുണ്ട്. തുണി അലക്കണ്ട, തോഴിമാരുണ്ട്. ഏത് വാപ്പായ വീണു പോകാത്തത്? എന്റെ മകൾക്ക് ഇതിനപ്പുറം എന്ത് ജീവിതമായി ഇനി കിട്ടേണ്ടത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, എന്റെ മകളെ യസീദിനെ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാ? എന്റെ മകളുടെ മതബോധം നഷ്ടപ്പെടും. എന്റെ മകൾ ഇതൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിക്കുമ്പോ എന്റെ മകളുടെ എല്ലാ മതബോധവും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ ഏറ്റവും നല്ല സൂഫിയായ, ഏറ്റവും നല്ല മുത്തഖിയായ ഒരു മനുഷ്യനെ, സാധാരണക്കാരനായ മനുഷ്യനെ കണ്ടെത്തിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാ. അവിടെ മതബോധം നഷ്ടപ്പെടൂല. ഒരു ദിവസം പട്ടിണിയാകാം, ഒരു ദിവസം തുണിയലക്കാൻ കൈക്ക് സുഖമില്ലാതിരിക്കാം, അതല്ലെങ്കിൽ കുളിക്കാൻ വെള്ളമില്ലാതിരിക്കാം, കഴിക്കാൻ ഭക്ഷണമില്ലാതിരിക്കാം. പക്ഷേ എന്റെ പൊന്നുമോളുടെ മതബോധം നഷ്ടമാകൂല എന്നുള്ളത് കൊണ്ട് തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സാധാരണക്കാരനായ മതബോധമുള്ള മനുഷ്യനെ കെട്ടിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഹാറൂൻ നബിയോടും അല്ലാഹു പറഞ്ഞത്, ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാ. നിങ്ങൾ രണ്ടുപേരും ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ, ഫിർഔനിലേക്ക് നിങ്ങൾ കടന്നു ചെന്നിട്ട് നിങ്ങൾ ദഅവത്ത് ചെയ്യുമ്പോൾ അടിയുറച്ചു നിൽക്കണേ. കാരണം എന്തുകൊണ്ടെന്നറിയോ? പലതും നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ദുനിയാവിന്റെ സൗകര്യങ്ങൾ നിങ്ങളെ കണ്ണിൽ പെടുമ്പോ, വലാ തത്തബിഅനി സബീലല്ലദീന ലാ യഅലമൂൻ, വിവരമില്ലാത്തവന്റെ പാത നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു പ്രത്യേകമായി മൂസാ നബിയോട് ഹാറൂൻ നബിയോട് ഉപദേശം കൊടുത്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്ന് സൂറത്ത് യൂനുസ് പറയുമ്പോൾ, എവിടം വരെയാണ് നമ്മുടെ ഇസ്തിഖാമത്ത് വേണ്ടതെന്നറിയോ? ഒരു 10-15 വർഷം നമ്മൾ നല്ല ഇസ്തിഖാമത്തോടെ ജീവിച്ചു വീണ്ടും നമ്മൾ തറയിൽ കലമിട്ടുടയ്ക്കുകയാ. അങ്ങനെയാണെങ്കിൽ വിലായത്തിന്റെ അത്യുന്നത പദവിയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. എവിടം വരെയാ നമ്മൾ ഇത് കാത്തു സൂക്ഷിക്കേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹിജ്റിൽ അല്ലാഹു പറയുകയാണ്, എവിടം വരെയാണ് നിങ്ങൾ ഇസ്തിഖാമത്ത് മുറുകെ പിടിക്കേണ്ടതെന്നറിയോ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ,
അല്ല പറയുകയാണ് വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് എടുക്കണം, നീ ആരാധനകൾ അർപ്പിക്കണം, പടച്ചവന് താണ് വണങ്ങണം, അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കണം, അവന് വേണ്ടി സർവ്വതും നീ ത്യജിക്കണം, അവന് വേണ്ടി സർവ്വസമയവും നീ വിനിയോഗിക്കണം, അവന് വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം, അവന് വേണ്ടി ഭക്ഷണം കഴിക്കണം, അവന് വേണ്ടി ഒരാളെ സ്നേഹിക്കണം, അവന് വേണ്ടി നീ ജനങ്ങളെ വെറുക്കണം. ഇതെല്ലാം നീ ചെയ്യേണ്ടത് എവിടം വരെയാണ്? ഹത്താ യഅതിയകൽ യഖീനായ കാര്യം നിനക്ക് വരുന്നതുവരെ. എന്താണ് യഖീൻ എന്നറിയോ സഹോദരങ്ങളെ? യഖീൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ. പ്രസവം യഖീനാണെന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ 5-ാം മാസത്തിൽ അബോർഷനായി പോകാം, 6-ാം മാസത്തിൽ ചിലപ്പോൾ കുഞ്ഞ് മരിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വയറ് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്തെന്നിരിക്കാ. ലോകത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതേതെന്നറിയോ? ഒരു വയലിനൊരാളെ വിളിച്ചു, അയാൾ വരുമെന്ന് യഖീൻ ഉറപ്പില്ലല്ലോ. നമുക്കൊരിക്കലും ഉറപ്പില്ലാത്ത കാര്യമാണ്. വന്നെങ്കിൽ വന്നു, പ്രസംഗിച്ചെങ്കിൽ പ്രസംഗിച്ചു. അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വയല് വെച്ചാൽ ആ വയല് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിലില്ല. കല്യാണത്തിന്റെ പുതിമാരന് കടന്നു വരുന്നതാണോ? എത്രയോ കതിർ മണ്ഡപത്തിൽ വെച്ചാണ് നിക്കാഹിന്റെ സമയത്ത് പുതുമാരൻ വന്നില്ല, വേറെ ഒരാളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ച എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാകിട്ടുണ്ട്. പുതിയ പെണ്ണ് മറ്റൊരുത്തനോടൊപ്പം ഒളിച്ചോടി മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ചെറുപ്പക്കാർ എത്രയോ ഉണ്ട് കേരളത്തില്. അതുകൊണ്ട് കല്യാണം ഉറപ്പുള്ള കാര്യമല്ല. ലോകത്ത് ഉറപ്പുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ. അതേതെന്നറിയോ? അതുവരെയാണ് നമ്മൾ ഇബാദത്ത് എടുക്കേണ്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ നിങ്ങൾക്ക് വരുന്നത് വരെ നിങ്ങൾ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, യഖീൻ എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണ്. മരണം എന്നത് ഉറപ്പുള്ള കാര്യമല്ലേ? ഖാബിലുൽ അർവാഹ് മലക് അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സന്തോഷത്തിന്റെ നിമിഷത്തിലാകാ, ദുഃഖത്തിന്റെ നിമിഷങ്ങളിലാകാ, കുടുംബാദികളോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാകാ, കല്യാണം കഴിഞ്ഞ് മണിയറയിലേക്ക് പോകുന്ന സമയമാകാ, അതല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകാ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാകാ, ഒന്നുമല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുന്ന സമയമാകാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റായീൽ കടന്നു വന്ന് റൂഹ് അങ്ങേറ്റെടുത്ത് പോയി കഴിഞ്ഞാൽ ആ വരുന്ന സമയം ഏതെന്ന് നിശ്ചയിക്കപ്പെടാൻ കഴിയാത്തതുപോലെ ഒരു മനുഷ്യൻ ഇസ്തിഖാമത്ത് എവിടം വരെയാണ്? ഒരു 10 കൊല്ലത്തേക്കല്ല, പിന്നെയോ അവന്റെ മരണം എപ്പോഴാണോ കടന്നു വരുന്നത് ആ സമയം വരെ അവൻ അടിയുറച്ച് നിൽക്കണമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് അല്ലാഹു പറയുന്നതിന് മുമ്പ് അല്ലാഹു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പൂച്ചെണ്ടുകളും പൂമാലകളും അനുമോദനങ്ങളും അഭിവാദനങ്ങളും ഒന്നുമായിരുന്നില്ല പ്രവാചകൻ നേരിടേണ്ടി വന്നത്. മറിച്ച് കരിങ്കല്ലുകൾ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ, പ്രവാചകനെ തെറിവിളി, പ്രവാചകനെ ആക്ഷേപത്തിന്റെ ശരങ്ങൾ, പ്രവാചകനെ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്ത അവിടത്തെയുടെ പ്രിയപ്പെട്ട നാട്ടുകാര് ഇതെല്ലാം നേരിടുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നബി തങ്ങളോട് പറഞ്ഞ എന്താണെന്നറിയോ? ഫസ്ദഅ ബിമാ തുഅ്മർ. നബിയെ, അങ്ങയോട് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ അടിയുറച്ച് നിന്ന് ഉറക്കെ പറഞ്ഞോളൂ നബിയെ. ഉറക്കെ പറയൂ നബിയെ. ഫസ്ദഅ, നിങ്ങൾ ഉറക്കെ പറ. നിങ്ങളോട് എന്താണോ കൽപ്പിച്ചത് ഉറക്കെ പറയണം. ബിമാ തുഅ്മർ, അങ്ങയോട് കൽപ്പിച്ച കാര്യങ്ങൾ ഉറക്കെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. ആക്ഷേപിക്കുന്നവരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹുവിന്റെ ഖുർആനായി പറയുന്നത്, ദീനിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ തന്റെ കൂട്ടുകാരൻ ഇന്നലെ വരെ തന്നോടൊപ്പം സിനിമാ തിയേറ്ററിൽ പോയ, ഇന്നലെ വരെ തന്നോടൊപ്പം ബാക്കിയുള്ള മുഴുവൻ ഹറാമിയത്തുകളും ചെയ്തു പോയ കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ വിളിച്ചു നിർത്തിയിട്ട് നിസ്കാരം തുടങ്ങിയ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരനെ സതീർത്ഥ്യന്മാരെ വിളിച്ചിട്ട് പറയാ, നിങ്ങളൊന്ന് പള്ളിയിൽ വായോ, നിങ്ങളൊന്ന് നിസ്കരിക്ക്. നമ്മൾ കള്ള് ഷാപ്പിൽ പോയ കിട്ടിയ സുഖത്തെക്കാൾ വലിയ സുഖമാണ് 5 നേരം നിസ്കാരം നമ്മൾ ഇമാമും ജമാഅത്തായി നിസ്കരിക്കുമ്പോ
ഇത് പറഞ്ഞിട്ട് ഒരാൾ ക്ഷണിക്കുന്ന സമയത്ത് ആളുകൾ എന്താ പറയാ? ഓ, യവൻ വലിയ മുത്തഖിയായി, യവൻ വലിയ സൂഫിയായി, യവൻ വലിയ പുള്ളിയായി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങും ആളുകൾ. അങ്ങനെ ആക്ഷേപിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം അത് നിങ്ങൾ ധൈര്യമായിട്ട് പറ. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, കളിയാക്കുന്നവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ആദരവായ പ്രവാചകനോട് പറയുകയാണ്, ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കട്ടെ, വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. അങ്ങയോട് കൽപ്പിച്ചതെന്താണോ അതങ്ങ് ധീരമായി പറയണം നബിയെ. അങ്ങ് ഉത്തരവാദിത്വത്തോടുകൂടി പരസ്യമായി അങ്ങ് ദഅവത്ത് ചെയ്യണം റസൂലേ. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു പറയുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരുന്നത് സമയം വരെ അല്ലാഹു നിങ്ങളുടെ ആയുസിന്റെ പുസ്തകത്തിൽ എപ്പോഴാണോ തിരശീല വീട്ടിയിട്ടുള്ളത്, ആ സമയം വരെ നിങ്ങൾ അടിയുറച്ച് നിന്നുകൊണ്ട് ദഅവത്ത് ചെയ്യണം, ഇബാദത്ത് എടുക്കണം നബിയേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഏൽപ്പിച്ചൊരു കാര്യം മരിക്കുന്നത് വരെ നമ്മൾ ആ ഒരു വിഷയത്തിൽ ജാഗ്രത കാണിക്കണം. മരിക്കുന്ന സമയം വരെയും നമുക്കതിൽ ഉറപ്പുണ്ടായിരിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരച്ചു. ഒരു മനുഷ്യൻ നരയ്ക്കുന്നത് എന്തിനാണ്? നമുക്കറിയാലോ, പ്രായമുള്ള ആളുകളൊക്കെ നരയ്ക്കും. ഇനി പ്രായമില്ലാതെ നരയ്ക്കുന്ന ആളുകൾ നരയ്ക്കുന്നത് ടെൻഷൻ മൂലം നരയ്ക്കാറുണ്ട്, അല്ലേ? ഒരു മനുഷ്യന് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നരയ്ക്കും. ഒരു മനുഷ്യന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അയാൾക്കുണ്ടെങ്കിൽ അയാൾ യുവത്വകാലത്തിൽ തന്നെ നരയ്ക്കും. അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ അടയാളമായി, മരണത്തിന്റെ സൂചനയായി അള്ളാഹു അവന്റെ ശരീരത്തിന്റെ രോമങ്ങളിൽ വെള്ള വീശിക്കാൻ തുടങ്ങും. വെള്ള വീശും. ഈ ഔലിയാക്കളായ മഹാന്മാരായ വലിയ വലിയ മഹത്തുക്കളായ കുറെ ആളുകൾ അഷ്റഫുൽ ഖൽക്കിനെ സ്വപ്നം കാണുകയാണ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു വലിയൊരു മഹാനെ അടുത്ത സമയത്ത് ഒരു മതപണ്ഡിതനോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹം എന്നോട് പറയാൻ, വേറെ ആരുമല്ല, പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മഅദനിയോട് ജാമിയ അൻവാറുൽ ഇസ്ലാം അൻവാറുശ്ശേരിയിൽ നടന്ന സനദ്ദാന മഹാസമ്മേളനത്തിന്റെ ദുആക്ക് നേതൃത്വം നൽകാൻ വേണ്ടി വന്ന അറക്കൽ ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ. അദ്ദേഹം ഈ ദുആ മജ്ലിസൊക്കെ കഴിഞ്ഞിട്ട് മഅദനി ഉസ്താദിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മഅദനി ഉസ്താദ് നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ അൻവാറിൽ പോകുമ്പോൾ ആ മഹാനായ ആ സൂഫിയായ മനുഷ്യൻ, അവരൊക്കെ ഭൗതിക ലോകത്തെ എല്ലാം ത്യജിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഭൗതിക ലോകമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ആ മഹാനായ മനുഷ്യൻ മഅദനി ഉസ്താദിനോട് പറഞ്ഞു അത്രേ, റസൂലുള്ളാഹിനെ കാണണ്ടേ, അള്ളാന്റെ ഹബീബിനെ നമുക്ക് കാണണ്ടേ. അത് ഒരിക്കൽ കണ്ടാ പോരാ. നമ്മളൊക്കെ ആഗ്രഹം എന്താ? മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ ഒരു ദിവസം കാണണ്ട, ഒരു നിമിഷം ഒന്ന് മറഞ്ഞു പോയാൽ മതി എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവര് പറയുന്ന എന്താണെന്നറിയോ? മഅദനിയോട് പറയാണ്, ഒരിക്കലും ഒറ്റവട്ടം കണ്ടിട്ട് കാര്യമില്ല. അള്ളാന്റെ റസൂലിനെ നമ്മൾ കാണുന്നെങ്കിൽ കണ്ടുകൊണ്ടേയിരിക്കണം. എന്നുറങ്ങിയാലും ഉറക്കത്തിൽ നബിതങ്ങളെ കാണണം. ആ ഒരു അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ ഈ ഭൗതിക ലോകത്ത് നമ്മളെ പോലെ വാട്സപ്പും മുസീബത്ത് പിടിച്ച ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്കും ഇതൊക്കെ ഉള്ള കാലത്ത് ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, നമ്മളെപ്പോലെ അരിയാഹാരം കഴിക്കുന്ന, നമ്മളെപ്പോലെ ദൈനംദിന ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയാണ് ഒരിക്കൽ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടുകൊണ്ടിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്ര തവണ കണ്ടിട്ടുണ്ടാവും? ആലോചിച്ച് നോക്കിയേ.
നമ്മുടെ ജീവിതത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് വലിയ മലം ചുമക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്കും നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. നമുക്ക് വളരെ വളരെ നോർമലായിട്ട് വളരെ വളരെ കുറഞ്ഞ ഇബാദത്തുകൾ കൊണ്ട് കാണാൻ പറ്റും. അതിനുള്ള പക്വതയും പാകതയും നമ്മൾ നേടിയെടുത്താൽ മതി. അതിന് പള്ളിയിലെ ഇമാമായിരിക്കണമെന്നോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കണമെന്നോ ഏതെങ്കിലും സർവകലാശാലയിലെ പ്രധാന അധ്യാപകനായിരിക്കണമെന്നോ ഒന്നും നിബന്ധനയില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ പറ്റും. കൂലിപ്പണിയെടുക്കുന്നവൻ, പൊരയിടത്തിൽ കിളയ്ക്കുന്നവൻ മൺവെട്ടിയും മൺകോരിയും കൊണ്ട് ദൈനംദിന ജീവിതത്തിന്റെ വക കണ്ടെത്താൻ പാടുപെടുന്ന പാവപ്പെട്ടവനെ കാണാൻ പറ്റും. അതിലൊരു സംശയമില്ല. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അതിനുള്ള മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറെ ഉലമാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഒരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവര് ചോദ്യം ചോദിച്ചു. എന്താണ് അവര് കണ്ട സ്വപ്നം? അവർ അള്ളാന്റെ ഹബീബിനെ കണ്ടപ്പോ സ്വപ്നത്തിൽ അള്ളാന്റെ റസൂലിനോട് ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ് ബലഗനാ അന്നക ഖുൽത സയ്യബതിനി ഹൂദ്. നബിയേ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങ് പറഞ്ഞ കാര്യം. സയ്യബതിനി ഹൂദ്, ഹൂദ് എന്ന സൂറത്താണ് എന്നെ നരപ്പിച്ചതെന്ന് അങ്ങ് പറഞ്ഞ ഹദീസ് ഞങ്ങൾ കേട്ടു റസൂലേ. അത് ഞങ്ങൾ പഠിച്ചു റസൂലേ. ഞങ്ങൾ ഒരുപാട് പഠിച്ചവരാണ് ഹബീബേ. എന്നാ ഞങ്ങൾക്കറിയേണ്ടത് ഫമല്ലദീ ശയ്യബക മിൻഹാ യാ റസൂലല്ലാഹ്, അതിൽ നിന്ന് ഏതാണ് നബി അങ്ങ് നരപ്പിച്ചത്? ആ ഹൂദ് എന്ന സൂറത്തിൽ നിന്ന് ഏത് ആയത്താണ് അങ്ങ് നരപ്പിച്ചതെന്ന് പറഞ്ഞു തരുമോ റസൂലേ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളായ പണ്ഡിത മഹത്തുക്കളാണ് സ്വപ്നത്തിലൂടെ ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കറിയാം അങ്ങയെ നരപ്പിച്ചത് ഹൂദ് എന്ന സൂറത്താണ്. ആ ഹൂദ് എന്ന് പറയുന്ന സൂറത്തിൽ ഏത് ആയത്താണ് അങ്ങയെ നരപ്പിച്ചത്? ഖസസുൽ അംബിയാ, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ചരിത്രം കേട്ടപ്പോഴാണോ? വഹലാകുൽ ഉമമി, ആ സമുദായത്തിലെ നേതാക്കന്മാരടക്കമുള്ള അവിടത്തെ പ്രഭുക്കന്മാരടക്കമുള്ള ആളുകൾ അള്ളാന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കാതെ അവരിൽ നിന്ന് ഓടി ഒളിച്ചപ്പോൾ അവരെ നശിപ്പിച്ചതിന്റെ കഥകൾ, അവരെ നശിപ്പിച്ചതിന്റെ വാർത്തകൾ അങ്ങ് ഖുർആനിലൂടെ കേട്ടപ്പോഴാണോ അങ്ങ് മരിച്ചുപോയത് റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഫഖാല ലാ, അമ്പിയാക്കളുടെ ചരിത്രമല്ല എന്നെ നരപ്പിച്ചത്, അവരുടെ സമുദായത്തിന്റെ നാശമല്ല എന്നെ നരപ്പിച്ചത്. വലാകിന ഖൗലുഹു തആലാ, ഹൂദ് എന്ന സൂറത്തിലെ ഒരു ആയത്താണ് എന്നെ നരപ്പിച്ചത്. ഹൂദ് എന്ന സൂറത്ത് നിങ്ങൾ എടുക്കുമോ? എന്നിട്ട് 11ാമത്തെ ആയത്ത് നിങ്ങളൊന്നെടുക്കുമോ? അതിങ്ങനെ ഓതി വരുമ്പോൾ നമുക്ക് കാണാം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹൂദ് എന്ന സൂറത്തിന്റെ 11ാമത്തെ സൂക്തം, ഫസ്തഖിം കമാ ഉമിർത, ഫസ്തഖിം കമാ ഉമിർത. അഷ്റഫുൽ ഖൽഖിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഫസ്തഖിം കമാ ഉമിർത. നബി അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങയോട് അല്ലാഹു പറയുന്നു, ഞാൻ എന്താണോ കൽപ്പിച്ചത് അതുപോലെ അങ്ങ് അടിയുറച്ചു നിൽക്കൂ നബിയേ. അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ അടിയുറച്ചു നിൽക്കണേ റസൂലേ എന്ന ആയത്തെത്തിയപ്പോൾ ശയ്യബതിനി ഹൂദ്, ആ ഒരൊറ്റ ആയത്ത് കൊണ്ട് എനിക്കങ്ങ് നര വന്നു. ആ ഒരൊറ്റ ആയത്ത് കേട്ടപ്പോ ഞാൻ അങ്ങ് നരച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 40 വർഷത്തോളം ജീവിച്ചിരിക്കുന്നവർ 15 വർഷമൊന്ന് മാറ്റിവെച്ചാൽ സഹോദരിമാർ 25 വർഷത്തോളം പരിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്തിട്ടുണ്ടല്ലോ. റമളാൻ മാസത്തിൽ ഖത്മ് ചെയ്യുമ്പോൾ എത്രയോ വട്ടം ഹൂദ് എന്ന സൂറത്തിലൂടെ ഈ ആയത്ത് നിങ്ങൾ ഓതിപ്പോയി. എന്തുകൊണ്ടാ നിങ്ങൾ നരക്കാത്തത്?
എന്തുകൊണ്ടാ നിങ്ങൾ ഞെട്ടാത്തത്? എന്തുകൊണ്ടാ ഞാനും നിങ്ങളും ഭയപ്പെടാത്തത്? അതിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് കൊണ്ടാ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പോലും നരച്ചുപോയ ആയത്തേതാണ് ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹ് പറയുന്നു, നിങ്ങളോട് ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. അള്ളാന്റെ റസൂൽ അത് മനസ്സിലാക്കിയിട്ട് നരച്ചുപോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും ഭീകരമായ ഒരു കാര്യമാണ് അടിയുറച്ച് നിൽക്കലെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ അടിയുറച്ച് നിന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതിൽ ഏറ്റവും പ്രധാനിയും പ്രമുഖനും പ്രശസ്തനും പ്രസിദ്ധനുമാണ് ഔസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു. അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ ആസ്വാദ്യകരമായ ആ അനുഭൂതി നമുക്ക് ലഭിക്കാതെ പോകും. അപ്പൊ നമ്മൾ കരുതും, ഞാൻ എന്തിനിങ്ങനെ നിൽക്കണം? ചിലപ്പോൾ നമുക്ക് ദീനിയായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനിസ്ലാമിക പ്രവർത്തനങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല. കൊല്ലം ജില്ലയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 സ്ഥലത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഉറൂസൊക്കെ കുറവാണ് അല്ലേ? ഉറൂസ് എവിടെയെങ്കിലും ഉണ്ടോ കൊല്ലം ജില്ലയിൽ? തങ്ങളെ വളരെ കുറവെന്നാ തോന്നുന്നത്. ഉറൂസ് നല്ലതാണ്, ഉറൂസ് നല്ലതാണ്. ഉറൂസ് മോശമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു മണ്ണിൽ, അവര് മറമാടപ്പെട്ട മണ്ണിൽ ഖുർആൻ പറഞ്ഞത് എന്താ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയെ പറ്റി അള്ളാഹു പറഞ്ഞത് ചുറ്റും ബറക്കത്ത് എന്നാണ്. ഈ ചുറ്റും ബറക്കത്ത് വന്ന എന്തുകൊണ്ടാണ്? തക്കാവുള്ളത് കൊണ്ടല്ല, നിസ്കാരപ്പള്ളി അതിന്റെ ചുറ്റുമുള്ളത് കൊണ്ടല്ല. ഈ ചുറ്റും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞത് അമ്പിയാക്കളുടെ വീടുകൾ അവിടെയായിരുന്നു. അവരുടെ കാലശേഷം അവരുടെ ഖബറുകൾ അവിടെയാണ്. അവരുടെ ഖബറുകൾ അവിടെയാണ്. ഈ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു നാട്ടില് ചിലപ്പോൾ ഒരു നായകൻ ഉണ്ടാവും, ഒരു നവോത്ഥാന നായകൻ. ചില മണ്ണുകളിൽ അങ്ങനെയുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ ഏറ്റവും സ്വീകാര്യനായ ഒരു വ്യക്തി മരണപ്പെട്ട്, ആ മരണപ്പെട്ടു പോയ വ്യക്തിയെ ഖബറടക്കിയിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ജനകീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തും. ഇതിനൊക്കെയാണ് ഉറൂസ് എന്ന് പറയുക. കൊല്ലം ജില്ലകളിൽ അത് വളരെ കുറവാണ്. എന്നാൽ പല ജില്ലകളിലും ആ ഉറൂസിൽ നടക്കുന്ന പല അനിസ്ലാമിക പ്രവർത്തനങ്ങൾ, അത് പണ്ഡിതന്മാര് കൃത്യമായി അത് പറഞ്ഞുകൊടുത്ത്, അത് പാടില്ല എന്ന് പറഞ്ഞ് മതത്തിന്റെ ഭാഗമാണ്, മതത്തിന്റെ പരിവേഷം കെട്ടിച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ പണ്ഡിതന്മാർ മുൻകൈയെടുത്തുകൊണ്ടിരിക്കണം. അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അത് ചെയ്യുന്നുണ്ട്, അതൊരളവോളം വിജയിക്കുന്നുമുണ്ട്, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മൾ പറയേണ്ടി വരുമ്പോൾ നമുക്കൊരുപാട് തെറിവിളി കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വേറെന്തെങ്കിലുമൊക്കെ പേരിലുള്ള അനാചാര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകണോ അവിടേക്ക് പോകണോ എന്നൊരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ മനസാക്ഷി നേരെ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്താൻ വേണ്ടി ശ്രമിക്കും. നമ്മുടെ ആ മനസാക്ഷി അല്ലെങ്കിൽ ഹവൻ നഫ്സ് അല്ലെങ്കിൽ ജഡികേച്ഛ, ഇതിനെ നമ്മൾ കടിഞ്ഞാനിട്ടിട്ട് നമ്മൾ നേരെ പള്ളിയിൽ പോകാനുള്ള ഒരു മനസ്സ് കാണിക്കണം. നമുക്ക് ആ സുഖം കണ്ടെത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ആ സുഖം നമുക്ക് കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അടിയുറച്ച് നിൽക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്, ഒരുപാട് പ്രയാസമാണ് അടിയുറച്ച് നിൽക്കാൻ. അതുകൊണ്ട് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. ആ ഇസ്തിഖാമത്താണ് ഗൗസുൽ അഅ്ലമിനെ പോലുള്ളവർക്ക് അല്ലാഹു കൊടുത്തതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇസ്തിഖാമത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരുന്ന പുണ്യം എന്തെന്നറിയോ? ഇതിങ്ങനെ പറഞ്ഞു പോകലല്ല. ഇൻഷാ അല്ലാഹ് ഇസ്തിഖാമത്ത് നിലനിൽക്കാൻ, ആ ഇസ്തിഖാമത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ആ ഇസ്തിഖാമത്ത് വേണ്ടുവോളം അതിനെ ആസ്വദിക്കാനുള്ള അമലുകൾ ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞോട്ടെ സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ?
അള്ളാഹു കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. അള്ളാഹു പറയുകയാണ്, സൂറത്തുൽ ഫുസ്സിലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, അള്ളാഹു ഇസ്തിഖാമത്തുള്ള ഒരാൾക്ക് കൊടുക്കുന്ന സമ്മാനം ഏതെന്നറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ നാഥൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ ഒരാൾ, അതാണ് മഹാനായ ആ സഹാബിയോട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ഖുൽ ആമന്തു ബില്ലാഹ്, നീ മുഅ്മിനാണെന്ന് പറ. അതിന്റെ മറ്റൊരു പദമാണ്, അല്ലെങ്കിൽ മറ്റൊരു വെർഷനാണ് അല്ലാഹ് പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ കുബേരനാകട്ടെ കുചേലനാകട്ടെ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്ന ഒരാൾ, അത് പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മസ്തഖാമു, അതിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്, അതിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദുല്ല എന്ന സഹാബിയോട് പറഞ്ഞത്, സുമ്മസ്തഖിം, അല്ലയോ സഹാബി വദ്യ, നിങ്ങൾ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാ അല്ലാഹ് പറയുന്നു, ഞാൻ അല്ലാഹു റബ്ബാണ് എന്ന് പറയുന്ന ഒരാൾ, സുമ്മസ്തഖാമു, എന്നിട്ട് അതിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരാൾ, അല്ലാഹ് പറയുകയാണ്, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ വാനലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വരുമത്രേ. അവന്റെ അടുക്കൽ അല്ലാഹുവിന്റെ മാലാകമാര് വരുമെന്നാണ്. സഹോദരങ്ങളെ, മലായിക്കത്തുകൾ വരുന്നത് 3 സ്ഥലങ്ങളിലാണ്, 3 സമയങ്ങളിലാണ് മലക്കുകൾ കടന്നു വരുന്നത്രേ. അതിൽ ഒന്നാമത്തേത് ഇൻദൽ മൗതി, നീ മരിക്കുന്ന സമയത്താണ്. മരണാസന്നനാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാകമാര്, റഹ്മത്തിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ ചിറകിലേറിയിട്ട് നിന്റെ അടുക്കലേക്ക് വരുന്നതാണ്. കൊല്ലം ജില്ലയിലെ ചന്ദനത്തോപ്പിലെ അഞ്ചുമുക്കം എന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരികയാ. ആ മലക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? മരിക്കുന്ന സമയത്താണ്. പിഴച്ചു പോകുകയില്ല. മരിക്കുന്ന സമയത്ത് നിന്റെ ഈമാൻ തെറ്റിപ്പോകൂല. മരിക്കുന്ന സമയത്ത് നീ മോശമായ നിലയിൽ മരിക്കൂല. മരിക്കുന്ന സമയത്ത് മോശമായ ചിന്തകൾ നിന്റെ കൽബിൽ കടന്നു വരില്ല. മോശമായ വാക്കുകൾ നിന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കൽ മലക്കുകൾ വരികയാ. പിന്നീട് ഈ മലക്കുകൾ വരുന്നത് എവിടെയെന്നറിയോ? വഫിൽ ഖബരി, ആരോരുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിൽ നിന്നെ കൊണ്ടുവെക്കുമല്ലോ. മരിച്ചാൽ വീട്ടിൽ മയ്യത്ത് പ്രദർശനത്തിന് വേണ്ടി വെക്കുമ്പോൾ, പൊതുദർശനത്തിന് വേണ്ടി വെക്കുന്ന സമയത്തും നിന്റെ ചുറ്റും നിന്റെ മക്കളുണ്ടല്ലോ. ഖൽഫി കരീമാത്തിൻ അലയ്യ വബാക്കിയാ വഫീഹിൻ ഉമ്മി ഔ ശഖീഖി വഇതറതി. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ പിന്നിൽ നിന്റെ ഉമ്മയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട്. എല്ലാവരും നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം 4 ഭാഗത്ത് സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ചിരിക്കുകയാ. പക്ഷേ നിന്നെ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ നിന്റെ ഭാര്യയില്ല, നിന്നെ സ്നേഹിച്ചവളില്ല, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രേമഭാജനമില്ല, നിന്റെ പ്രിയപ്പെട്ട മക്കളില്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ് ഖബറിൽ കിടക്കേണ്ടത്. അവിടെ റഹ്മത്തിന്റെ മാലാകമാര് വരുമെന്നാണ്. ഇനി മൂന്നാമത് എവിടെയെന്നറിയോ? വഇൻദൽ ബഅസി, ഖബറിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുന്ന പുനർജന്മത്തിന്റെ സമയമുണ്ടല്ലോ. ആ സമയത്തും നിന്റെ അടുക്കൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്നാ. ആ മലായിക്കത്തുകൾ വരണമെങ്കിൽ എന്താ നീ ചെയ്യേണ്ടത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ
ഗൗസുല്ലമൊക്കെ പറഞ്ഞതുപോലെ എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബാണ്, എന്നെ സംരക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്, എന്നെ അവസാന സംഹരിക്കുന്നതും എന്റെ റബ്ബാണ്. ആ ഒരു ഉറച്ച നിലപാടിൽ സുമ്മസ്തഖാമു അടിയുറച്ച് നിൽക്കുകയും ചെയ്ത തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ അടുക്കലേക്ക് പറന്നിറങ്ങുന്നതാണ്. മരിക്കുന്ന സമയത്ത് അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വരും. വരണ്ടേ? ആര് കൂടിയാലെന്താ, ആര് കരഞ്ഞാലെന്താ, ആര് സങ്കടപ്പെട്ടാലെന്താ, ഇതൊന്നും നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നതല്ല, ഒരു നയാ പൈസയുടെ ഗുണം ചെയ്യുന്നതല്ല. മരിക്കുന്ന സമയത്ത് ആളുകൾ 10,000 പേര് വന്ന് മയ്യത്ത് കണ്ടിട്ട് പോയി, നമുക്കെന്ത് കിട്ടാനാ? ജീവിച്ചിരിക്കുന്ന മകന് വില. ഉമ്മൻചാണ്ടി മരിച്ചു, ഉമ്മൻചാണ്ടിയെ കോടിക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? ഉമ്മൻചാണ്ടിക്ക് എന്തെങ്കിലും ഒരു പല്ലിമുട്ടായിയുടെ ഗുണം പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് ഉണ്ടാവുമോ? ഉണ്ടാവൂല. ആർക്കാ ഉണ്ടായത്? തന്റെ മകൻ ചാണ്ടി ഉമ്മന്, തന്റെ ഭാര്യയ്ക്ക്, തന്റെ മക്കൾക്ക്. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ വീടും നാടും ഒക്കെ ഇളകി മറിഞ്ഞ് വണ്ടികളും അതുപോലെ തന്നെ ബ്ലോക്കായി ആളുകളുടെ പ്രളയമായിരുന്നു, ഒഴുക്കായിരുന്നു നമ്മുടെ കാണാൻ. അതുകൊണ്ട് മരിച്ച ആളിന് എന്തെങ്കിലും അവാർഡ് കിട്ടോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇയാൾ മരിച്ചുപോയി എന്നതിന്റെ പേരിൽ എന്തെങ്കിലും ആളുകൾ പറയും അദ്ദേഹത്തിന്റെ മരണത്തിന് ഇത്രയും ആളുകളായിരുന്നു എന്ന് പറയും. അതിന്റെ ക്രെഡിറ്റ് പിന്നീട് മക്കൾക്കും ഭാര്യയ്ക്കാ കിട്ടുക, നമുക്കൊരു ഗുണവും ഇല്ല. പിന്നെ നിസ്കരിക്കാൻ 100 പേര് കൂടുന്നിടത്ത് അവൻ 100 പേര് കൂടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹദീസുണ്ട്. നിസ്കാരത്തിന് ആളുകൾ വേണം. എത്ര പേരാ നിസ്കരിക്കാനുള്ളത്? പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന എത്ര പേരുണ്ടാവും? 5 സഫ്, 6 സഫ്. മയ്യത്ത് കാണാനോ 6000 പേര്. ഒരു സഫിൽ 35 പേര് വെച്ച് അല്ലെങ്കിൽ 40 പേര് വെച്ച് 5ഓ 6ഓ സഫ് ഉണ്ടാവും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മയ്യത്ത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരും. എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? ഒരു ഗുണവുമില്ല. പക്ഷേ മരിക്കുന്ന സമയത്ത് നമ്മൾ ഐസിയുവിലാണെന്നോ വീട്ടിലാണെന്നോ ആശുപത്രിയിലാണെന്നോ വാഹനത്തിലാണെന്നോ റോഡിലാണെന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. ആ സമയത്ത് കടന്നു വരണം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാര്. ആ മലക്കുകൾ കടന്നു വരണമെങ്കിൽ ഒരൊറ്റ നിബന്ധന അല്ലാഹു വെച്ചു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹ് ഉറക്കെ പറയണം. സുമ്മസ്തഖാമു, എന്നിട്ട് ആ ഏവനെങ്കിലും കണ്ണുരുട്ടം വിട്ടിട്ട് പോകരുത്, അടിയുറച്ച് നിൽക്കുകയും വേണം. ഇത്ര സിമ്പിളാ. പക്ഷേ വലിയ പാടാണ്, പ്രയാസമാണ്. ഏതുപോലെ ഈ ഒരു കാര്യത്തിൽ നിന്നാണ് അഷ്റഫുൽ ഖൽക്കിന് നരബാധിച്ചത്. ഈ ഒരു കാര്യമാണ് ഗൗസുൽ ആലമും നമ്മളും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അടിയുറച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. പറ്റിയാൽ മരിക്കുന്ന സമയത്ത് എവിടെയാണെങ്കിലും, ഐസിയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കാറിലാണെങ്കിലും കപ്പലിലാണെങ്കിലും വിമാനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാന്റെ മലക്കുകൾ അടുത്ത് വരും. ആശ്വസിപ്പിച്ചിട്ട് മലക്കുകൾ റൂഹ് പിടിക്കുന്ന രംഗമൊക്കെയുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല. രണ്ടാമത് ഖബറിൽ വരും. ഒരൊറ്റ മനുഷ്യരും വരൂലല്ലോ. ആരെങ്കിലും വരുമോ? സ്നേഹനിധിയായ ഭാര്യ പോയി, അതുകൊണ്ട് ഭർത്താവ് കരഞ്ഞോണ്ട് ഖബറിനകത്ത് ഇറങ്ങിക്കിടന്ന ഒരു ചരിത്രം നിങ്ങൾക്കുണ്ടോ? ഒരു ചരിത്രം നമുക്ക് പറയാനുണ്ടോ? വാപ്പ മരിച്ചു എന്നതിന്റെ പേരിൽ പിരിയാത്ത പ്രിയപ്പെട്ട പൊന്നുമോന് വാപ്പയോടൊപ്പം ഖബറിനകത്ത് ഇറങ്ങി കിടന്നിട്ടുണ്ടോ ഇന്ന് വരെ? ചിന്തിച്ചു നോക്ക്. ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് മരണപ്പെടുമ്പോ ഏത് ശിഷ്യനാണ് ഉസ്താദിനോടൊപ്പം ഖബറിനകത്ത് ചെന്ന് കിടക്കുക? കിടക്കൂല. ഖബറിൽ ഒറ്റയ്ക്കാണ്. പക്ഷെ അവിടെ മലക്കുകൾ വരണം. മലക്കുകൾ വരണം. സഹായത്തിനായി അള്ളാഹുവിന്റെ അംലാക്കുകളെ അവിടെ അയക്കണം അള്ളാഹു. അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഊടുത്തുണിയില്ലാതെയാ നമ്മൾ പോവുക. നാളെ പരലോകത്ത് വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഹദീസുകൾ പറഞ്ഞത് മൂന്ന് രീതിയിലാണ്. വല്ലാത്ത വിശപ്പ്, വല്ലാത്ത വിശപ്പ്. കാരണം എത്ര ദിവസം കഴിഞ്ഞ് വല്ലതും കഴിച്ചിട്ട്. ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ നിന്ന് യാത്രയായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പിന്നെ അവിടെ ഒരു 2-3 മണിക്കൂർ ഇതൊന്നും നമുക്ക് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല. ജിദ്ദയിൽ ചെന്നിറങ്ങി നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല. നമ്മൾ നേരെ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ മക്കയിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യുന്നത്
ആദ്യം ചെയ്യുന്നത് ഉംറയൊന്നുമല്ല, ആദ്യം ചെയ്യുന്നത് എല്ലാ ആളുകളും നന്നായിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. കാരണം എത്ര തലേ ദിവസം രാത്രി കയറിയല്ലേ, ഇപ്പം നേരത്തോട് നേരെ ആകാൻ പോവാ, നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ല, നല്ല ഭക്ഷണം കഴിക്കും. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു സമയം വിശന്നിട്ടാ പോവുക. വാഴ്ത്തശ നല്ല ദാഹം ഉണ്ടാവും, വാഴ ഒരു നൂൽ ബന്ധം ഉണ്ടാവൂല. കാരണം തുണിയെല്ലാം അഴിച്ചെടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിരിക്കുകയല്ലേ, 3 വെള്ള തുണിയിലല്ലേ നമ്മൾ പൊതിഞ്ഞ് കിടത്തിയത്. പരിപൂർണ നഗ്നനായിട്ടാണ് നാളെ പരലോകത്ത് വരിക. ആ സമയത്ത് അവിടെ ഒരാളുമില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നിന്നെ സഹായിക്കാൻ കടന്നു വരണം ആരെന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അംലാക്കുകൾ കടന്നു വരണം പ്രിയപ്പെട്ട സഹോദര. അതിനെന്താ വേണ്ടത്? തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിന്റെ മാലാകമാര് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരണം. അതിന് നീ ചെയ്യേണ്ടത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അല്ലാഹ് പറയുകയാണ് എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുക മാത്രമല്ല അതിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് എന്തെന്നറിയോ? അല്ലാഹ് പറയുകയാണ് അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലക്കുകൾ വരിക മാത്രമല്ല, നീ ദുനിയാവിന്റെ ഒരൊറ്റ കാര്യത്തിലും നീ ദുഃഖിക്കണ്ട, ആഖിറത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഭയവും വേണ്ട. ദുനിയാവിന്റെ വിഷയത്തിൽ നീ ഒന്നും പേടിക്കണ്ട. വിധവയായ നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ നിനക്ക് ദുഃഖം വേണ്ട. അനാഥരായ പൊന്നുമക്കളുടെ കാര്യത്തിൽ നിനക്ക് ഒരു ദുഃഖവും വേണ്ട. ഉപേക്ഷിച്ചു വന്ന സ്വത്തിന്റെ പേരിൽ നിനക്കൊരു ദുഃഖവും വേണ്ട. അല്ലാത്ത ഖാഫോ, നിനക്കൊരു ഭയം വേണ്ട. ആഖിറത്തിൽ പോകുമ്പോ ഒരു ഗൾഫിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരാളെ നേരിടുന്ന 2 പ്രശ്നമാണ്. ഒന്ന്, അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ ജോലിയാവോ? ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് പറഞ്ഞ റൂം ഉണ്ടാവോ? ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് പറഞ്ഞ ശമ്പളം കിട്ടുവോ? ഇതൊക്കെ ആലോചിച്ചിട്ടൊരു ഭയം ഉണ്ടാവും ഒരാൾക്ക്. അവന് ദുനിയാവിൽ നിന്ന് അല്ല, അവന്റെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് വണ്ടി കയറുമ്പോ അവൻ നേരിടുന്ന ദുഃഖം എന്താണ്? അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ കുടുംബം, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ പോകുന്നത്. കൂട്ടുകാര് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്ന ഒരാള് അവിടെ ചെന്നാൽ പിന്നെ എന്താകുമെന്ന ആലോചനയിൽ ഭയം. ഇവിടെ എവരെ ഉപേക്ഷിച്ചതിന്റെ ദുഃഖം. ഇതാണല്ലോ ഒരു പ്രവാസിയുടെ അവസ്ഥ. അല്ലാഹ് പറയാ, നീ ഈ ഭൗതിക ലോകത്ത് നിന്ന് സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുമ്പോ അല്ലാഹ് ഏകനാണെന്നും അതിൽ അടിയുറച്ച് നിൽക്കാനുള്ള മനസ്ഥിതി നിനക്കുണ്ടെങ്കിൽ അവര് വന്നിട്ട് പറയും, ആരും മലായിക്കത്തുകൾ വന്നിട്ട് പറയും, മരണസമയത്തും പറയും, ഖബറിലും പറയും, എഴുന്നേക്കുന്ന സമയത്തും പറയും, അല്ലാ തഖാഫൂ, പേടിക്കല്ലേ പേടിക്കല്ലേ, വലാ തഹ്സനൂ, ദുഃഖിക്കരുതേ ദുഃഖിക്കരുതേ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. അല്ലാഹു നിങ്ങൾക്ക് വഅദ ചെയ്തിട്ടുള്ള സ്വർഗ്ഗം, ആ സ്വർഗ്ഗം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അല്ലാഹു നിങ്ങൾക്ക് തരുന്നു. അതിന്റെ സുവിശേഷം അറിയിക്കുകയാ, സുവാർത്ത തരികയാണ്. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരികയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ കിട്ടുന്ന ആളുകൾ, അവരാണ് ഔലിയാക്കള്. അവർക്ക് മരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. റസൂലുള്ളാഹിന്റെ കഥ എത്ര എണ്ണം നമ്മൾ കേട്ടതാണ്. ഒരുപാട് കേട്ട് തഴമ്പിച്ചു പോയൊരു കഥയുണ്ടല്ലോ. റസൂലുള്ളാഹി റളിയല്ലാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം പരിശുദ്ധമായ നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ, വലിയ മുതലാളിയാണ്, കപ്പൽ മറിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കറിയാലോ. കപ്പൽ മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന് പറയുമ്പോ അദ്ദേഹം ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ, ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാ, കപ്പൽ ഇത്രയും നാളത്തെ സ്വത്ത്, ഇത്രയും നാള് സമ്പാദിച്ചത്, ഇതൊക്കെ ബിസിനസ്സിന് ഇറക്കിയിട്ട് ആ ബിസിനസ് ചരക്കുമായിട്ട് വന്ന ചരക്ക് കപ്പൽ കടലിന്റെ മധ്യഭാഗത്ത് വെച്ച് മറിഞ്ഞിരിക്കുന്നു, സർവ്വതും നശിച്ചിരിക്കുന്നു എന്ന് ശിഷ്യൻ വന്നിട്ട് പറയുമ്പോ ഉസ്താദ് പ്രസംഗത്തിലാണ്. അപ്പൊ ഒരു നിമിഷം ഇങ്ങനെ ഇങ്ങനെ പകച്ചു നിന്നു. എന്നിട്ട് ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാ. ഉടൻ തന്നെ വേറൊരാൾ ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നമ്മുടെ സാധനമല്ല. അപ്പോഴും ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ. സദസ്യര് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്?
രണ്ടാമത് പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോഴും ഞങ്ങൾക്ക് സംശയിച്ചത് എന്താ, ആദ്യം നിങ്ങൾ എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞത്? ആ സമയത്ത് ഗൗസുൽ ആലം പറഞ്ഞ വാക്കെന്തെന്നറിയോ? എൻ്റെ സർവ്വ സ്വത്തുക്കളും കടലിൽ മുങ്ങിത്താണു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം എൻ്റെ കൽബിലേക്ക് നോക്കി, കൽബിന് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടോ എന്നറിയാൻ. നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. രണ്ടാമത് എൻ്റെ കപ്പലല്ല മറിഞ്ഞത്, മറ്റാരുടെയോ കപ്പലാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്വത്തുക്കൾ നശിച്ചില്ലല്ലോ, അൽഹംദുലില്ലാ. അല്ല, ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഞാൻ പെട്ടെന്ന് എൻ്റെ കൽബിലേക്ക് നോക്കി, എന്റേതല്ല, എൻ്റെ സ്വത്തുക്കൾ സുരക്ഷിതത്വമുണ്ട് എന്ന് കേട്ടപ്പോ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഭാവവ്യത്യാസം വന്നോ, സന്തോഷം കൂടിയോ? ഞാൻ നോക്കിയപ്പോൾ കൂടിയിട്ടില്ല. അൽഹംദുലില്ലാ. ഇതൊക്കെ എൻ്റെ കൽബിന്റെ വെളിയിലാണ്, ഇതൊക്കെ എൻ്റെ കൽബിന്റെ വെളിയിലാണ്. അതുകൊണ്ടാണ് ഗൗസുൽ ആലമീ നിലയിലെത്തിയത്. അതുകൊണ്ടാ സഹോദരങ്ങളെ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അവർക്ക് ഭൗതിക ലോകത്ത് നഷ്ടകഷ്ടങ്ങളിൽ ദുഃഖമില്ല, ആഖിറത്തെ പറ്റിയിട്ട് യാതൊരു ഭയവുമില്ല. അങ്ങനെയുള്ള മഹത്തുക്കൾ ആ നിലയിലെത്തപ്പെട്ടത് എന്തിന്റെ പേരിലാണ്? അവർ അല്ലാഹു ഏകനാണെന്ന് പറയുക മാത്രമല്ല, അതിൽ അടിയുറച്ച് നിന്നതിന്റെ പേരിലാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.